ഇന്നാണ് ജിത്തുവിന് പ്രിയയും സച്ചിക്ക് ആരതിയും സ്വന്തമാകുന്ന ദിവസം. രാവിലെ തന്നെ രണ്ട് മണവാളന്മാരെയും കുത്തിപ്പൊക്കി പാറു അമ്പലത്തിലേക്ക് പോയി. ഭാവി ജീവിതത്തെപ്പറ്റിയും അവരുടെ ജീവന്റെ ജീവനായ പാറുവിനെ പറ്റിയും ഈശ്വരനോട് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും മടങ്ങിയത്. പാറു ആകട്ടെ അവളുടെ ഏട്ടന്മാരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ വേണ്ടിയും അവളുടെ ഇഷ്ടഭഗവാനായ ശിവഭഗവാനോട് പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ ജിത്തുവും സച്ചിയും റെഡിയാവാൻ പോയി. എല്ലാത്തിനും കൂടെ നിരഞ്ജനും ആദ്യം ദീപവും ഉണ്ടായിരുന്നു. 10:30-നും 11-നും ഇടയിലാണ് മുഹൂർത്തം. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി. ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുമ്പോൾ ആരതിയുടെ അനിയൻ അതുൽ സച്ചിയെ കാലുകഴുകി സ്വീകരിച്ചു. ആരതിയുടെ അമ്മാവന്റെ മകൻ അവന് മാലയിട്ട് കൊടുത്തു. പ്രിയയ്ക്ക് സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് പ്രിയയുടെ സഹോദരന്റെ സ്ഥാനം വഹിച്ചത് അവളുടെ കൂട്ടുകാരാണ്. ശിവജിത്തുവിന്റെ കാലുകഴുകി അബി അവനെ മാലയിട്ട് സ്വീകരിച്ചു. ചന്ദന കളർ കുർത്തയും ഗോൾഡൻ കസവുള്ള മുണ്ടുമായിരുന്നു അവരുടെ വേഷം. നെറ്റിയിൽ ചന്ദനക്കുറി. ജിത്തുവിനെ സച്ചിയെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി. ഈ സമയം ശിവയുടെ കണ്ണുകൾ അവന്റെ പെണ്ണിനെ തേടുകയായിരുന്നു. അശ്വതിയുടെ കൂടെ നിൽക്കുന്ന പാറുവിനെ കണ്ടപ്പോൾ ശിവയുടെ കണ്ണുകൾ വിടർന്നു. ഗ്രേ കളർ സാരിയിൽ ഫ്ലോറൽ എംബ്രോയിഡറി ചെയ്ത സാരിയായിരുന്നു അവളുടെ വേഷം. ഫ്ലോറൽ എംബ്രോയിഡറിയോട് കൂടിയ ഫുൾ സ്ലീവ് ബ്ലൗസ്. സാരി ഒരു പ്ലീറ്റ് മാത്രം എടുത്ത് ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. വാലിട്ട് കണ്ണെഴുതി നെറ്റിയിലെ സ്റ്റോൺ പൊട്ടിന്റെ കൂടെ ചന്ദനക്കുറി. മുടിയെല്ലാം ഫ്രഞ്ച് റോൾ ചെയ്ത് മുല്ലപ്പൂ ചുറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ അവളുടെ മൂക്കുത്തിയുടെ തിളക്കം അവളുടെ ഭംഗി കൂട്ടി. അശ്വതിയോട് എന്തോ പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അവൾ തന്നെ നോക്കി നിൽക്കുന്ന ശിവയുടെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സാരിയുടെ അതേ കളർ ഷർട്ടായിരുന്നു അവന്. അലസമായി നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടി അവന് പ്രത്യേക ഭംഗി നൽകി. ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി നിന്നപ്പോൾ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി രണ്ടുപേരിലും ഉണ്ടായി. മുഹൂർത്തത്തിന് സമയമായി എന്ന് പറഞ്ഞപ്പോൾ അശ്വതിയും പാറു പ്രിയയും ആരതിയും കൊണ്ടുവരാൻ പോയി. താലങ്ങളേന്തി വരുന്ന അവരുടെ പാതിയെ ഇരുവരും കണ്ണെടുക്കാതെ നോക്കി. ചില്ലി റെഡ് കാഞ്ചിപുരം പട്ടായിരുന്നു പ്രിയയെ ആരതി. മിതമായ മേക്കപ്പ്. രണ്ടുപേരും ഒരുപോലെ സുന്ദരികളായിരുന്നു. മണ്ഡപത്തിലേക്ക് കയറി എല്ലാവരെയും വണങ്ങി ജിത്തുവിന്റെ വാമഭാഗത്തായി പ്രിയയും സച്ചിയുടെ വാമഭാഗത്തായി ആരതിയിരുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം തുളസിമാലകൾ പരസ്പരം ചാർത്തി. മുഹൂർത്തം ആയപ്പോൾ ആദ്യം ജിത്തു പ്രിയയ്ക്ക് അവന്റെ പേരുകൊത്തി ആലിലത്താലി അണിയിച്ചു. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രിയ പ്രാർത്ഥിച്ചു. സിന്ദൂര ചൂപ്പിന് കൂടെ സീമന്തരേഖയിൽ ഒരു നനുത്ത ചുംബനം നൽകി ജിത്തു പ്രിയയെ സ്വന്തമാക്കി. സച്ചി അവരുടെ പേരുകൊത്തി ആലിലത്താലി ആരതിയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ ജീവിതാവസാനം വരെ താലിയും താലിയുടെ അവകാശം കൂടെ ഉണ്ടാവണേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. സിന്ദൂരം ചാർത്തുന്നതിനൊപ്പം സച്ചിയും കൊടുത്തു ഒരു നനുത്ത ചുംബനം. വധൂവരന്മാർക്ക് പുഷ്പവൃഷ്ടി വർഷിക്കുമ്പോൾ ശിവ പൂക്കളറിഞ്ഞത് അവന്റെ പെണ്ണിന്റെ മേലെയാണ്. പാറു കണ്ണുരുട്ടി പേടിപ്പിച്ചെങ്കിലും ചെക്കൻ അത് ഗ്രാസാണ്. പരസ്പരം മാലയിട്ടു. പുടവ കൊടുക്കലും കഴിഞ്ഞ് കന്യാദാനം നടത്തുമ്പോൾ പ്രിയയുടെ ആരതിയുടെ അച്ഛന്മാരുടെ കണ്ണിൽ നിന്നും 2 തുള്ളി അവരുടെ കയ്യിൽ പതിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരും അവരുടെ അച്ഛന്മാരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പിന്റെ മേളമായിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ മണ്ടയ്ക്ക് നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാൻ ബാക്കിയുള്ളൂ. വിശന്ന് വയറ് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. അവിടെയും വന്നു ക്യാമറാമാനും. പ്രിയ ജിത്തുവിന് ഉരുട്ടിവിട്, സച്ചി ആരതിക്ക് ഉരുട്ടിവിട്. അങ്ങനെ എന്തെല്ലാമോ ക്ലിക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതിനിടെ ക്യാമറ ചേട്ടനെ ഭീഷണിപ്പെടുത്തി ശിവ അവന്റെയും പാറുവിന്റെയും ഫോട്ടോ എടുപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞ് ആരതിയെയും പ്രിയയും പുടവ മാറ്റാൻ കൊണ്ടുപോയി. രണ്ടുപേർക്കും ഒരേ സെറ്റ് സാരിയായിരുന്നു. വീതിയുള്ള സ്വർണ്ണ കസവോട് കൂടിയ ഉണ്ണിക്കണ്ണന്റെ ത്രെഡ് വർക്കുള്ള സാരി. വളരെ ഭംഗിയായി തന്നെ അവരെ ഉടുപ്പിച്ചു. മണവാട്ടിമാർ പുടവ മാറ്റി വന്നപ്പോഴേക്കും സച്ചിയും ജിത്തുവും മാറ്റി വന്നിരുന്നു. നീലക്കളർ കുത്തയും അതേ കരയോട് കൂടിയ മുണ്ടുമായിരുന്നു അവർക്ക്. പിന്നീട് അങ്ങോട്ട് അവരുടെ കപ്പിൾ പിക്സ് ആയിരുന്നു. ഇറങ്ങാറായി എന്ന് പറഞ്ഞപ്പോൾ ആരതിയുടെയും പ്രിയയുടെയും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. നല്ല ഉഗ്രം കരച്ചിലൂടെ തന്നെ അവർ ശ്രീനിലയത്തിലേക്ക് യാത്രയായി. പ്രിയയ്ക്ക് ദേവിയും ആരതിക്ക് സാവിത്രി നിലവിളക്ക് കൊടുത്ത് വീടിന്റെ വിളക്കുകളായി അകത്തേക്ക് കയറ്റി. അവരുടെ കൂടെ ജിത്തുവും സച്ചിയും കയറി. നിലവിളക്ക് പൂജാമുറി വെച്ച് 4 പേരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. മധുരം കൊടുക്കാൻ വേണ്ടി അവരെ ഹാളിൽ സെറ്റിയിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ പാറു പെട്ടെന്ന് തന്നെ ഏട്ടന്മാരുടെ വായിലേക്ക് ഒരു ചെറുപഴം കുത്തിക്കയറ്റി. പ്രിയയും ആരതി അത് കണ്ട് ചിരിച്ചു. ഏട്ടത്തിമാർക്ക് വളരെ ഡീസന്റായി തന്നെ പാറു മധുരം കൊടുത്തു. മണവാട്ടിമാരെ ഓരോരുത്തരായി പരിചയപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും വീർപ്പുമുട്ടി. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ പാറു അശ്വതി അവരെ മുറിയിലേക്ക് കൊണ്ടുപോയി. സ്റ്റെപ്പ് കയറിയുള്ള ആദ്യത്തെ മുറിയായിരുന്നു ജിത്തുവിന്റേത്. പ്രിയയെ അശ്വതിയും പാറുവും കൂടി ജിത്തുവിന്റെ മുറിയിലേക്ക് കയറ്റി. ജിത്തുവിന്റെ മുറിയുടെ തൊട്ടടുത്ത് പാറുവിന്റെ മുറിയാണ്. പാറുവിന്റെ മുറിയുടെ അപ്പുറത്ത് സച്ചിയുടെ. ചുരുക്കി പറഞ്ഞ 2 ഏട്ടന്മാരുടെ നടുക്ക്. ആരതി സച്ചിയുടെ മുറിയിലും ആക്കി. അവരോട് ഫ്രഷ് ആയിക്കോളാൻ പറഞ്ഞു. അശ്വതിയും പാറു ആരതി ആഭരണങ്ങൾ അഴിക്കാൻ സഹായിച്ചു. പ്രിയയുടെ അടുത്ത് ചെന്ന് പ്രിയയെ സഹായിച്ചു. പ്രിയ ഫ്രഷായി ഇറങ്ങിയപ്പോൾ ജിത്തു കയറി വന്നു. ജിത്തുവിനെ കണ്ട് പ്രിയയ്ക്ക് ആകെ വെപ്രാളം പിടിച്ചു.
ജിത്തു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. ഡോ. ജിത്തു അവളെ വിളിച്ചു. അവൾ പതിയെ തലയുയർത്തി നോക്കി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന എന്റെ പ്രിയ കൊച്ചയെ? ഒന്നുമില്ല. ആഹാ, വിക്കും തുടങ്ങിയോ? അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ജിത്തു അവളുടെ കൈ പിടിച്ച് വലിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ടു. പെട്ടെന്നായതുകൊണ്ട് പ്രിയ പേടിച്ചു. അവന്റെ കൈ കിടന്ന് കുതറി. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് നിർത്തി. പ്രിയയുടെ ഹൃദയം ഇപ്പൊ പൊട്ടും. അയ്യോ, അമ്മാതിരി മിടിക്കലല്ലേ. അവളുടെ കണ്ണുകളിലെ പിടപ്പ് കണ്ടപ്പോ ജിത്തു സ്വയം മറന്നു നോക്കി നിന്നു. പെട്ടെന്നുണ്ടായ ഉൾപ്രേരണ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. നോണ്ടേ, ആ പോകുന്ന കിളികൾ പ്രിയയുടേതാണെന്ന് പറയാൻ പറഞ്ഞു. അവളുടെ വായ പൊളിച്ചുള്ള നിൽപ്പ് കണ്ട് ജിത്തു ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആവാൻ കയറി. കൊച്ചപ്പോഴും പോയ കിളികളുടെ സെൻസസ് എടുക്കുവാണ്. സച്ചിയുടെ റൂമിൽ ആരതിയുടെ നിൽപ്പ് കണ്ടാൽ അറിയാം ചെക്കൻ അവളെ നന്നായൊന്നും സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അവളുടെ പൊട്ടിയ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ? ഈശ്വരാ, ഈ കാട്ടുകോഴികൾക്കാണല്ലോ അവരെ കെട്ടിച്ചു കൊടുത്തത്. രാത്രിയിലേക്ക് മാറ്റിവെച്ച ഫസ്റ്റ് നൈറ്റ് ഇപ്പൊ നടത്തേണ്ടി വരുമോ എന്തോ. നോ. വൈകിട്ട് റിസപ്ഷൻ റെഡിയാക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നു. പിങ്ക് ആൻഡ് മജന്ത കളറ് സീക്വൻസ് ഉള്ള നെറ്റിന്റെ ലെഹങ്കയായിരുന്നു രണ്ടുപേർക്കും. വളരെ ഭംഗിയായി തന്നെ രണ്ടുപേരെയും ഒരുക്കി. അവരുടെ ലെഹങ്കയ്ക്ക് ചേരുന്ന ഷർവാണിയായിരുന്നു ജിത്തുവും സച്ചിയും. റിസപ്ഷന് പോകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയ പാർവിനെ കണ്ട് എല്ലാവരും ഞെട്ടി. ഡേയ്, ഇന്ന് നമ്മുടെ കല്യാണമോ അതോ അവളുടെയോ? ജിത്തു സച്ചിയോട് ചോദിച്ചു. ഹാവോ, അവനും വലിയ കഥയില്ല. എല്ലാവരും വിടർന്ന കണ്ണുകളോടെ പാർവിനെ തന്നെ നോക്കി നിന്നു. മെറൂൺ കളർ ടഫേട്ട സിൽക്സ് എംബ്രോയിഡറി ലെഹങ്കയായിരുന്നു അവളുടെ വേഷം. സൈഡ് പഫ് ചെയ്ത് മുടി വിടർത്തി ഇട്ടിട്ടുണ്ട്. വാലിട്ട് കണ്ണെഴുതി കൈ നിറയെ മെറൂൺ വളകൾ, നെറ്റിയിൽ മെറൂൺ പൊട്ട്. അതിസുന്ദരിയായിരുന്നു അവൾ. പ്രിയയ്ക്ക് ആരതിക്ക് അവളോട് അസൂയയ്ക്ക് പകരം എന്തെന്നില്ലാത്ത വാത്സല്യമാണ് തോന്നിയത്. എല്ലാവരും റിസപ്ഷൻ നടക്കുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് പോയി. പാർവിന്റെ കൂട്ടുകാരും ജിത്തുവിന്റെ സച്ചിയുടെയും കൂട്ടുകാരും കമ്പനിയിലുള്ളവരും എല്ലാം എത്തിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ശിവയും കുടുംബവും വന്നു. പാർവിനെ കണ്ട ശിവയുടെ കണ്ണുകൾ വിടർന്നു. അവളെ ഒന്ന് വാരിപ്പുണരാൻ അവന്റെ ഉള്ളം തുടിച്ചു. പ്രിയയുടെയും ആരതിയുടെയും വീട്ടുകാർ വന്ന നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ശിവ പാർവിനെയും കൊണ്ട് മാറി നിന്നു. സുന്ദരനായാലും. ശിവയുടെ കവളി തലോടിക്കൊണ്ട് പാറു പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ മുഖം താഴ്ത്തി അവളുടെ മൂക്കുത്തിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു. എന്റെ പെണ്ണേ, ഇങ്ങനെ ഒരുങ്ങി വരല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ നാണത്തിൽ കലർന്ന പുഞ്ചിരി അവൾ അവന് സമ്മാനിച്ചു. അവളെ അവന്റെ നെഞ്ചിലേക്കിട്ട് മുറുകെ പുണർന്നു. അവളുടെ കൈകളും അവനെ പുണർന്നു. കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അകത്തേക്ക് പോയി. ഓരോരുത്തരെ പരിചയപ്പെടുത്തിയും ചിരിച്ചും വധൂവരന്മാർ ഒരു വഴിക്കായി. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ശിവ പാട്ടുപാട സ്റ്റേജിലേക്ക് കയറി. അവന്റെ കയ്യിൽ ഒരു ഗിറ്റാറും കൊടുത്തു. സ്റ്റേജിൽ ചെന്ന് അവന്റെ കണ്ണുകൾ അവന്റെ ഷീയിൽ ഉടക്കി നിന്നു. മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ച് അവൻ പാടിത്തുടങ്ങി. അവന്റെ ശബ്ദവും ഗിറ്റാറിന്റെ മാസ്മരികതയും അവിടെ കൂടിയവരെയെല്ലാം പാട്ടിന്റെ മറ്റൊരു ലോകത്തെത്തിച്ചു. കണ്ണു തുറന്ന് അവൻ കണ്ടത് അവന്റെ പാതയുടെ നിറഞ്ഞ പുഞ്ചിരിയാണ്. അവളുടെ കണ്ണിൽ അലതല്ലുന്ന പ്രണയവും. പാട്ടും ഡാൻസും മേളവുമായി റിസപ്ഷൻ കഴിഞ്ഞു. വീട്ടിലെത്തി ഫ്രഷായി വന്ന ആരതിയെയും പ്രിയയും സെറ്റുമുണ്ടുടുപ്പിച്ച് മുല്ലപ്പൂ ചൂടി ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുക്കി. ഒരു ഗ്ലാസ് പാലും കൈ കൊടുത്ത് പാറുവും അശ്വതി അവരെ രണ്ടുപേരെയും മുറിയിലാക്കി. ആരതി മുറിയിൽ കയറിയപ്പോൾ സച്ചി ഫ്രഷായി ഇറങ്ങുകയായിരുന്നു. ഒരു 3/4 ടീഷർട്ടും ആയിരുന്നു അവന്റെ വേഷം. അവനെ കണ്ടപാടെ ആരതി വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ കയ്യിലുള്ള ഗ്ലാസ്സിൽ നിന്ന് പാൽ തുളുമ്പിക്കൊണ്ടിരുന്നു. സച്ചി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും അവൾ പുറകിലേക്ക് നീങ്ങി. ആരതി ചുമലിത്തട്ടി നിന്നപ്പോൾ സച്ചി അവളിലേക്ക് ചാഞ്ഞു നിന്നു. അവന്റെ ശരീരം അവളുടെ മേൽ അമർന്നപ്പോൾ അവളിലൂടെ ഒരു തരിപ്പ് പടർന്നതുപോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ അവളുടെ കയ്യിലെ പാൽ വാങ്ങി. അവളുടെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല. അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. സച്ചി പകുതി പാൽ കുടിച്ച് അവളുടെ ചുണ്ടോട് ചേർത്തു. പതിയെ മിഴികൾ ഉയർത്തി നോക്കിയപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ അത് കുടിച്ചു. ഒഴിഞ്ഞ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ കാതോരം ചുണ്ടു ചേർത്തു. അവന്റെ നിശ്വാസം കാതിൽ പതിഞ്ഞപ്പോൾ അവൾ കുറുകിക്കൊണ്ട് അവന്റെ ടീഷർട്ടിൽ പിടിച്ചു. പേടിയുണ്ടോ അതി? കാതിൽ ചുംബിച്ച ശേഷം പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. സച്ചി അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവളുടെ മേൽ കൈകുത്തി നിന്നു. പേടിയാണോ വെപ്രാളമാണോ എന്നറിയാത്ത വികാരം അവളെ പൊതിഞ്ഞു. എടുത്തോട്ടെ ഞാൻ? പതിയെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവനുള്ള ഉത്തരമായിരുന്നു. പതിയെ പതിയെ അവളുടെ ഓരോ അണുവിലും സച്ചി അവന്റെ അവകാശം ഊട്ടിയുറപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും അവളെ അവന്റെ പാതയാക്കി. ഇതേസമയം വിയർത്തൊട്ടിയ ജിത്തുവിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു പ്രിയ. എല്ലാ അർത്ഥത്തിലും അവളുടെ പ്രണയത്തെ അറിഞ്ഞതിലുള്ള സന്തോഷത്തിൽ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അവന്റെ നെഞ്ചിലേക്ക് പതിച്ചു.
അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ ജീവിതം. ഗുഡ് മോർണിംഗ് അമ്മ. രാവിലെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പ്രിയയെ ആദ്യം പറഞ്ഞു. ആഹാ, മക്കൾ എണീറ്റോ? അവരെ നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു. അച്ചേട്ടത്തി എവിടെയമ്മ? അവൾ അച്ഛന്മാർക്കുള്ള ചായ കൊടുക്കാൻ പോയി. ആഹാ, മണവാട്ടിമാർ എണീറ്റല്ലോ. അങ്ങോട്ടേക്ക് വന്ന അശ്വതി അവരെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും ആദ്യം 3 കപ്പ് ചായ പകർന്നിരുന്നു. ഏട്ടത്തി ചായ കുടിച്ചോ? അമ്മേ, നിങ്ങളോ? അച്ചു കുടിച്ചില്ല, ഞങ്ങൾ കുടിച്ചു. ദേവി അവരെ നോക്കി പറഞ്ഞു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഈ ചായ അങ്ങ് പിടിച്ചേ ഏട്ടത്തി. ചായക്കപ്പ് അശ്വതിയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞു. മക്കളെ, അവന്മാർ 2 മടിയന്മാരാണ്. രാവിലെ 2നെയും കുത്തിപ്പൊക്ക നല്ല പണിയാണ്. നിങ്ങൾ പോയി അവരെ വിളിച്ച് അമ്പലത്തിലേക്ക് പോവാൻ നോക്ക്. സാവിത്രി പറഞ്ഞപ്പോ അവർ 3 പേരും ചിരിച്ചു. അപ്പൊ നിരഞ്ജൻ ചേട്ടനോ? ആരതിയാണ് ചോദിച്ചത്. രഞ്ജേട്ടനാണ് കുഴിമടിയെ. പാറു എപ്പോഴാ എണീക്കലമ്മേ? അവൾ ഈ 3 ഏട്ടന്മാരുടെ അനിയത്തിയല്ലേ? അത് കേട്ടത് അവർ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഓരോ കപ്പ് ചായ എടുത്ത് അവരെ പോയി വിളിക്കും. ശരി. അവർ 3 പേരും മുറിയിലേക്ക് പോയി. പ്രിയ മുറിയിലേക്ക് കയറിയപ്പോ ജിത്തുവിനെ കണ്ടില്ല. ബാത്റൂമിലും ബാൽക്കണിയിലും ഒക്കെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. ഇതെവിടെ പോയി എന്നും ചിന്തിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആരതി അങ്ങോട്ട് വന്നത്. ആദി, നീ ശ്രീയേട്ടനെ കണ്ടോ? ഇല്ല പ്രിയ, സച്ചേട്ടനെ കാണാനില്ല. എന്നാൽ ഇതെവിടെ പോയി എന്നും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അശ്വതി മുറിയിൽ നിന്ന് ഇറങ്ങിയത്. ഏട്ടത്തി, ഏട്ടനുണ്ടോ അകത്ത്? ഇല്ലല്ലോ. എന്താടാ? ഞങ്ങളുടെ കണവന്മാരെ കാണാനില്ല. അതാണോ? വാ, ഞാൻ കാണിച്ചുതരാം 3 പേര് എവിടെ ഉണ്ടാവുമെന്ന്. അശ്വതി നേരെ പോയി പാറുവിന്റെ മുറിയിൽ വാതിൽ തുറന്നു. അശ്വതിയുടെ കൂടെ പ്രിയയെ ആരതി പാറുവിന്റെ മുറിയിൽ കയറി. പാറുവിനെ നോക്കിയപ്പോ കണ്ടു 3 ഏട്ടന്മാരുടെ ഇടയിൽ കിടക്കുന്നു. പാവം, കുടുങ്ങിപ്പോയി. ജിത്തുവും സജിയും നിരഞ്ജനും ഒരുപോലെ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പ്രിയയുടെ ആരതിയുടെ കണ്ണിൽ അവളോടുള്ള വാത്സല്യം തുളുമ്പി. അശ്വതി അവരുടെ അടുത്തേക്ക് ചെന്ന് പാറുവിനെ വിളിക്കാൻ തുടങ്ങി. പാറു, മോളെ എണീക്ക്. മോളെ കൊണ്ട് അവളൊന്നുകൂടെ തിരിഞ്ഞു കിടന്നു. പാറു, എണീക്ക് മോളെ. അശ്വതി അവളെ കുലുക്കി വിളിച്ചു. അയ്യോ കണ്ണേട്ടാ, ഓടിക്കോ, ഭൂകമ്പം. പാറു ചാടി എണീറ്റ് പറഞ്ഞു. അവളുടെ ചാട്ടം കൊണ്ട് ഏട്ടന്മാരും എണീറ്റു. പൊട്ടിച്ചിരി കേട്ട് 4 പേരും ഒരുപോലെ തലചരിച്ച് നോക്കിയപ്പോ ആരതിയും പ്രിയയും അശ്വതിയും വയറും പൊത്തിപ്പിടിച്ച് ചിരിക്കുവാണ്. പാറു വെറുതെ വിടുമോ? ഇല്ല. ഏന്തി വലിഞ്ഞ് പാറു അവളുടെ ഏട്ടത്തിമാരെ കട്ടിലേക്ക് വലിച്ചിട്ടു. 3 പേരും ഞെട്ടിപ്പോയി. പാറു 3 പേരെ ഒരുപോലെ ഇക്കിളിയിടാൻ തുടങ്ങി. മതി മോളെ, ചിരിക്കാൻ വയ്യ, വയറ് കൊളുത്തി പിടിക്കുന്നു. അവസാനം ആരതി കട്ടായം പറഞ്ഞതോടെ നിർത്തി. പോയെ പോയെ, എല്ലാവരും പോയെ. അയ്യടാ, ആരും പോകുന്നില്ല എന്നും പറഞ്ഞ് ജിത്തു അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. പെട്ടെന്ന് പാറുവിന്റെ ഫോൺ റിംഗ് ചെയ്തു. പ്രിയ ഫോണിലേക്ക് നോക്കിയപ്പോ ശിവേട്ടൻ എന്ന് കണ്ടു. പാറുവിന്റെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് തോളി താടിയൊന്നി നിൽക്കുന്ന അവരുടെ ഫോട്ടോയായിരുന്നു കോണ്ടാക്ട് പിക്ക്. പ്രിയ അത് കണ്ട് പുഞ്ചിരിച്ചു. ആരാ ഏട്ടത്തി? ജിത്തുവിന്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് അവള് ചോദിച്ചു. വേറെ ആരാ, നിന്റെ കണവൻ. പാറു പെട്ടെന്ന് എണീക്കാൻ നോക്കി. ജിത്തു അവളെ വിടാതെ പിടിച്ചു. ഫോൺ താ ഏട്ടത്തി. പാറു കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കൊടുക്കണ്ട പ്രിയ, നീ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്. സച്ചി പറഞ്ഞപ്പോ എല്ലാവരും അത് ഏറ്റുപിടിച്ചു. ഏട്ടത്തി വേണ്ട. വേണം മോളെ. പ്രിയ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ശ്രീ. ഫോൺ എടുത്ത പാടെ ശിവ അവളെ വിളിച്ചു. ചിരി കടിച്ചു പിടിച്ച് പ്രിയ മോളി. എണീറ്റോ എന്റെ പെണ്ണ്? പ്രിയ വീണ്ടും മോളി. നീ എന്താടി കോപ്പെ, മൂങ്ങയാണോ? അല്ല. ശിവേ. പാറു പറയും മുമ്പ് സച്ചി അവളുടെ വായ പൊത്തി പിടിച്ചു. ബാക്കിയുള്ളവരെല്ലാം ചിരി കടിച്ചു പിടിച്ചിരിക്കുവാണ്. നിന്റെ ശബ്ദത്തിന് എന്തു പറ്റി? അത് ജലദോഷമാണ്. പാറുവിനെ നോക്കിക്കൊണ്ട് പ്രിയ പറഞ്ഞു. പാറു ദയനീയമായി എല്ലാവരെയും നോക്കി. എവിടെ? ഒരു കാര്യവുമില്ല. ഇതൊന്നും അറിയാതെ ശിവ നല്ല കൊഞ്ചലാണ്. ഡി പെണ്ണെ, നിന്നെ കാണാൻ തോന്നുന്നു. സച്ചിയും നിരഞ്ജനും പാറുവിനെ ഒന്ന് നോക്കി. ഇന്നലെയല്ലേ നമ്മൾ കണ്ടത്? തികട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പ്രിയ സംസാരിച്ചു. പാറുവാണെ ആകെ പെട്ട് നിൽക്കുവാണ്. അതിനെന്താ, നീ രാത്രി ബാൽക്കണി ഡോർ അടയ്ക്കല്ലേ, ഞാൻ വരും. ശിവ പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി പാറുവിനെ നോക്കി. അളിയൻ നേരത്തെ പണി തുടങ്ങിയല്ലോ ജിത്തു. സച്ചി ജിത്തുവിനോട് പറഞ്ഞു. ശ്രീ, ഞാൻ വെക്കുക, അഭി പുറത്തു പോണെന്ന് പറഞ്ഞായിരുന്നു. ആ ബൈ. എടി, ഒരു ഉമ്മ തന്നിട്ട് പോടി മൂരാച്ചി. ഈശ്വരാ, പാറു തലയ്ക്ക് കൈ കൊടുത്തു. എടി താടി. ശിവ വീണ്ടും പറഞ്ഞു. പാറു പിന്നെ ഒന്നും നോക്കിയില്ല. ജിത്തുവിന്റെ കയ്യിൽ അമർത്തി കടിച്ചു. ആ അലറിക്കൊണ്ട് ജിത്തു കൈ പിൻവലിച്ചു. ആ സമയം കൊണ്ട് പാറു പ്രിയയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് കോൾ കട്ടാക്കി. രക്ഷപ്പെട്ടു. നെഞ്ചിൽ കൈവെച്ച് അവളന്ന് ദീർഘശ്വാസം വലിച്ചു. രക്ഷപ്പെട്ടില്ല മോളെ, എന്റെ കൈ കടിച്ചു പറിച്ച് നീ എങ്ങനെ പോവും? പാറുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ജിത്തു ചോദിച്ചു. അതിന് മറുപടിയായി പാറു ഒരു വളിച്ച ചിരി സമ്മാനിച്ചു. ജിത്തുവിനെ പ്രിയയുടെ മേലേക്ക് തള്ളിയിട്ട് അവൾ ഓടി. നിൽക്കടി പിശാചി അവിടെ. ജിത്തു അവളുടെ പിറകെ ഓടി. അവരുടെ കളി കണ്ട് എല്ലാവരും ചിരിച്ചു. അവരുടെ പിറകെ പോയി. അമ്മ, ഈ ഏട്ടൻ നോക്കിയേ. പാറു വേഗം അടുക്കളയിലേക്ക് കയറി അമ്മയോട് പരാതി പറഞ്ഞു.
അപ്പോഴേക്കും അവളുടെ പുറകെ ജിത്തു എത്തിയിരുന്നു. എന്താടാ രാവിലെ തന്നെ വഴക്ക്? അമ്മയുടെ പൊന്നാര മോളോട് ചോദിക്കും. ദേവി നേരെ പാറുവിന് നേരെ തിരിഞ്ഞു. എന്താ പാറു, നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. സങ്കടം അഭിനയിച്ചുകൊണ്ട് പാറു പറഞ്ഞു. കള്ളം, എന്റെ കൈ കടിച്ച് പറിച്ചു. അവന്റെ പരാതി കേട്ട് ദേവി തലയിൽ കൈവച്ചു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവിടെ എത്തിയിരുന്നു. കല്യാണം കഴിഞ്ഞില്ലേടാ, നാണമുണ്ടോ അവളോട് വഴക്കിടാൻ? പോടാ, അമ്പലത്തിൽ പോവാൻ നോക്ക്. ദേവി ജിത്തുവിനെ അവിടെ നിന്ന് ഓടിച്ചു. നിന്നെ എന്റെ കൈ കിട്ടും കേട്ടോ, പാറുവിനോട് പറഞ്ഞ് അവൻ പോയി. എന്താ പാറു ഇത്? ചുമ്മാതെ മമ്മ. സാവിത്രിക്കൊരു ഉമ്മയും കൊടുത്ത് ദേവിയെ ഇക്കിളിപ്പെടുത്തി അവള് മുറിയിലേക്ക് പോയി. എല്ലാവരും ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു, നല്ലൊരു തുടക്കത്തിനായി. ഏട്ടന്മാരും ഏട്ടത്തിമാരും പ്രാർത്ഥിക്കുന്ന ഗ്യാപ്പിൽ പാറു അമ്പലമുറ്റത്തെ ആൽത്തറയിൽ നിന്ന് വായി നോക്കാൻ തുടങ്ങി. ഒരു നേരം പോക്ക് ശിവ കണ്ടാ തീർന്നു. പിന്നീട് അങ്ങോട്ട് വിരുന്നിന്റെ മേളമായിരുന്നു. ചിത്തുവും സച്ചിയും അവരുടെ കൂടെ പാറുവിനെയും കൊണ്ടുപോകും. ആരതിയുടെയും പ്രിയയുടെയും വീട്ടുകാർക്ക് പാറു അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറി. ഏട്ടന്മാരും ഏട്ടത്തിമാരും അവളെ സ്നേഹം കൊണ്ട് മൂടുമ്പോൾ ശിവയുടെ പ്രണയം അവളെ വേറെ ഒരു ലോകത്തെത്തിച്ചിരുന്നു. ഇണങ്ങിയും പിണങ്ങിയും കുറുമ്പ് കാണിച്ചും അവൾ അവളുടെ കലർപ്പില്ലാത്ത പ്രണയം ശിവയിലേക്ക് പകർന്നുകൊണ്ടിരുന്നു. ശിവയും അതുപോലെ തന്നെയായിരുന്നു. അവളെന്ന പെണ്ണ് അവനെ അത്രമേൽ ഭ്രാന്തമായി സ്വാധീനിച്ചിരുന്നു. മറ്റൊരിടത്ത് അവൾക്കായി ഒരുങ്ങുന്ന കെണി അറിയാതെ പാറു ശിവയെ മത്സരിച്ച് പ്രണയിച്ചുകൊണ്ടിരുന്നു.